2 വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ബനു ഇസ്രായേലിലെ സാറ എന്ന ഉമ്മങ്ങനെ നോക്കുകയാണ് ആ കുട്ടിന്റെ മുഖത്തേക്ക്. ബാപ്പാരെ ഉമ്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2 വയസ്സായ ഒരു കുട്ടി നേരെ ഇപ്പുറത്ത് രാജാവിന്റെ അനുയായി വാളും പിടിച്ച് കാത്തു നിൽക്കുക. ഒരു ചെറിയ പാത്രത്തിൽ വേവിച്ച പന്നി മാംസം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. കുട്ടിയോട് പറയുന്നു, ഒരൊറ്റ കഷ്ണം തിന്നാൽ നിന്റെ ഉമ്മയോടൊപ്പം നിനക്ക് ജീവിതം കിട്ടും. അല്ലെങ്കിലോ 5 ആളുകൾ കിടക്കുന്നത് കണ്ടില്ലേ, അവരെ കൂടെ പോകാം. കുട്ടി പറഞ്ഞു, എന്റെ സഹോദരന്മാരിൽ എനിക്ക് മാതൃകയുണ്ട്. എന്റെ ജേട്ടന്മാര് മുഴുവനും ഈമാനിലായിട്ടല്ലേ മരിച്ചുപോയത്. ഹറാമു ഭക്ഷിക്കാൻ ഒരു നിലക്കും അവർ തുനിഞ്ഞില്ലല്ലോ. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാഹ്. 5 ആള് പറഞ്ഞ അതേ മുദ്രാവാക്യം കുട്ടിയും ഏറ്റു പറഞ്ഞു. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നൊരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കുകയില്ല. കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി വാളും എടുത്തുകൊണ്ടൊരാൾ അടുത്തേക്ക് വന്നപ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരു വെപ്രാളവും ബേജാറും ഒക്കെ രൂപപ്പെട്ട് വരുന്നത് കണ്ടപ്പോ കുട്ടി നേരെ തിരിഞ്ഞു ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, ദുനിയാവെന്ന് പറയുന്നത് ചെറിയൊരു ലോകമാണ്. ആഖിറമെന്ന് പറയുന്നത് പ്രവിശാലമായ ലോകമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പടച്ച റബ്ബ് ഹറാമാക്കിയത് അംഗീകരിക്കാതെ പോകുന്ന നമുക്ക് അള്ളാഹു തആല വെച്ച സവാബില്ലേ, അത് ഇവിടത്തെ സുഖത്തെക്കാളും ഏറ്റവും നല്ലതാണ് ഉമ്മ. അതുകൊണ്ട് ബേജാറ് വേണ്ട. ഉമ്മാക്ക് നല്ലൊരു ഉപദേശം കൊടുത്തപ്പോ ഉമ്മാന്റെ മനസ്സിന് നല്ല സ്ഥൈര്യം കിട്ടി. ആ ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ 6ാമത്തെ കുട്ടിയെയും രാജാവിന്റെ കിങ്കരന്മാർ വെട്ടിവീത്തിക്കളഞ്ഞു. അവസാനം സാറ എന്ന് പറയുന്ന ഉമ്മയോട് രാജാവിന്റെ വാഗ്ദാനങ്ങൾ വരികയാണ്. കൊട്ടാരത്തിൽ ജീവിതം തരാം, നിനക്ക് വേണമെങ്കിൽ രാജാവിന്റെ രാജ്ഞിയാകാം, നിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളൊന്നും അറിയാതെ ജീവിക്കാം. പക്ഷേ കണ്ടീഷൻ ഒന്ന് മാത്രമാണ്, ഈ പന്നി മാംസത്തിൽ നിന്നൊരു കഷ്ണമെങ്കിലും എടുത്തു കടിക്കണം. ഉമ്മ പറഞ്ഞു, എന്റെ 6 മക്കളും അവര് ആഖിറത്തിലേക്ക് തിരിച്ചതിൽ എനിക്ക് മാതൃകയുണ്ട്. ഞാൻ അവരോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാഹ്. അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് ഒരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കൂല. സ്വന്തം മക്കളോടൊപ്പം ആ ഉമ്മയെയും വെട്ടിവീഴ്ത്തി.